3 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ആദ്യ ഏകദിന സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഋതുരാജ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദിന് ഒടുവിൽ നല്ല ദിനങ്ങൾ വന്നെത്തിയിരിക്കുന്നു. ഏകദിന അരങ്ങേറ്റത്തിന് 3 വർഷത്തിനു ശേഷം അദ്ദേഹം തന്റെ ആദ്യ സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരത്തിൽ രായ്പൂരിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഋതുരാജ് മിന്നുന്ന സെഞ്ചുറിയാണ് നേടിയത്. 8 മത്സരങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സെഞ്ചുറിയാണിത്. 2023 സെപ്റ്റംബർ 22-ന് മൊഹാലിയിൽ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം മുമ്പ് 71 റൺസ് നേടിയിരുന്നു. വളരെ കാലം കാത്തിരുന്ന് കിട്ടിയതിനു ശേഷമാണ് ഋതുരാജ് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയത്. റാഞ്ചിയിൽ 2 ദിവസത്തിനു ശേഷം അദ്ദേഹം ഒരു ഏകദിന മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ 14 പന്തിൽ നിന്ന് 8 റൺസ് നേടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. എന്നാൽ 2ാം മത്സരത്തിൽ രോഹിത് ശർമ്മയെയും യശസ്വി ജയ്സ്വാളിനെയും പുറത്തായ ശേഷം അദ്ദേഹം ഗ്രീസിലെത്തി. പരിചയസമ്പന്നനായ വിരാട് കോഹ്ലിക്കൊപ്പം മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി. 83 പന്തിൽ നിന്ന് 105 റൺസ് നേടിയ ഋതുരാജ് പുറത്തായി. ഈ ഇന്നിംഗ്സിൽ 12 ഫോറുകളും 2 സിക്സുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഋതുരാജിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 126.51 ആയിരുന്നു. 36 ഓവറിലെ 4ാം പന്തിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു. മാർക്കോ ജാൻസന്റെ ഡെലിവറിയിൽ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലേക്ക് ഫുൾ ഷോട്ട് എടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ നേരെ പന്ത് ടോണി ജി ജോർജിയുടെ കൈകളിലേക്കാണ് പോയത്. പുറത്താകുന്നതിന് മുമ്പ് ഋതുരാജ് 156 പന്തിൽ നിന്ന് 3ാം വിക്കറ്റിൽ വിരാട്ടുമായി 195 റൺസിന്റെ കൂട്ടുകെട്ട് പങ്കിട്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും പരിക്കേറ്റതിനെ തുടർന്നാണ് ഏകദിന ടീമിൽ ഋതുരാജിന് അപൂർവ അവസരം ലഭിച്ചത്. 3 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആദ്യ ഏകദിന സെഞ്ചുറി നേടുകയാണ് ഋതുരാജ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടാലന്റുകളിൽ ഒരാളാണ്. എന്നാൽ അവസരങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല. അയ്യറിന് പരിക്കേറ്റപ്പോഴാണ് 11-ൽ വരുന്നത്. 2ാം മത്സരത്തിൽ ഋതുരാജ് തന്റെ ക്വാളിറ്റി ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റംപിന്റെ പിന്നിലേക്ക് സ്വീപ്പൊക്കെ കളിച്ച് വൺ കോൺഫിഡൻസിലാണ് അയാൾ തുടക്കം കുറിച്ചത്. 52 ബോളിലാണ് 50 പിന്നിട്ടത്. ഗ്രീസിൽ സെറ്റായാൽ അയാളെ പുറത്താക്കുന്നുള്ള പ്രയാസം പലതവണ കണ്ടതാണ്. അത് സൗത്ത് ആഫ്രിക്കയും അറിഞ്ഞു. 50ക്ക് ശേഷമുള്ള 25 ബോളിൽ 50 അടിച്ചാണ് ആദ്യ ഏകദിന സെഞ്ചുറി അയാൾ നേടുന്നത്. ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അയാൾ വരികയാണ് ഒരു 1.5 തിരിച്ചുവരവുമായി. എന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു. പേഴ്സണലി ഋതുരാജ് എന്ന താരത്തിനെ വളരെയധികം ഇഷ്ടമാണ്. IPL-ൽ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽക്കേ അത് തുടങ്ങിയിരുന്നു. അന്ന് 1-2 ചാൻസ് മാത്രമേ ഋതുവിന് ആദ്യം കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് 2021 സീസണിൽ അയാൾ ടീമിൽ കത്തിക്കയറി. തുടക്കം മുതൽക്കേ കിടിലൻ കളിയായിരുന്നു അയാൾ കാഴ്ചവെച്ചത്. ഷൗട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു. എത്ര എളുപ്പത്തിലാണ് അയാൾ കട്ടുകളും ഡ്രൈവുകളും കളിക്കുന്നത്. ഒരു 40 ആയപ്പോൾ തന്നെ അയാളുടെ ഷോട്ടുകൾ കാണാൻ പറ്റിയ സന്തോഷമാണ് മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അയാൾ അവിടെ നിന്ന് മുന്നേറി സെഞ്ചുറി വരെ എത്തിയിരിക്കുന്നു. ആ നിമിഷം സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നും വെള്ളം വന്നു. രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, ഏകദേശം ആ ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ സെലിബ്രേഷനൊന്നും ഓർമ്മയില്ല. കോഹ്ലി വന്ന് കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും 105-ൽ നിൽക്കെ അയാൾ വീഴുകയായിരുന്നു. പക്ഷേ ഇത് തന്നെ ധാരാളമാണ്. സെലക്ടർമാർ ഇത് മനസ്സിലാക്കിയിരിക്കും. അവർ സെലക്ട് ചെയ്യാതിരുന്നത് ഒരു ഡയമണ്ടിനെയായിരുന്നു എന്ന്. അവർ ഇത്രയും കാലം ചെയ്തത് തെറ്റായിരുന്നു എന്ന്.